അല്ല, ഇന്ന് ഡോക്ടർമാരോട് സംസാരിച്ചപ്പോൾ നല്ല പോസിറ്റീവായ ചില സൂചനകളാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് സ്ലോ ആണ് റിക്കവറി പ്രോസസ്സ് എന്ന് പറയുന്നത്. എന്നാലും ശുഭാപ്തി വിശ്വാസത്തിലാണ് എല്ലാവരും നിൽക്കുന്നത്. സർക്കാർ ആരുടെ കൂടെയാണ് എന്നത് വീണ്ടും വ്യക്തമാക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ വീണ്ടും ഉണ്ടായിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ കഴിഞ്ഞ ദിവസം പെരിയ കൊലക്കേസിൽ പ്രതികളെ എല്ലാവരെയും സഹായിക്കാൻ വേണ്ടി പരസ്യമായ നിലപാട് പാർട്ടി എടുത്തതുപോലെ തന്നെ TP ചന്ദ്രശേഖരൻ വധക്കേസിലെ കൊടിയ ക്രിമിനലായ കൊടി സുനിയെ പരോളിൽ വിടാൻ പോലീസ് റിപ്പോർട്ട് ലംഘിച്ചുകൊണ്ടാണ് തീരുമാനം എടുത്തിരിക്കുന്നത്. അതിന് മനുഷ്യാവകാശ കമ്മീഷൻ്റെ പേര് ഉപയോഗിച്ചിരിക്കുകയാണ്. മനുഷ്യാവകാശ കമ്മീഷൻ യഥാർത്ഥത്തിൽ ഇതിൽ ഇടപെട്ടിട്ടില്ല. അദ്ദേഹത്തിൻ്റെ കയ്യിൽ, ചെയർമാൻ്റെ കയ്യിൽ കിട്ടിയ ഒരു റിക്വസ്റ്റ് അദ്ദേഹം ഗവൺമെൻറ്റിലേക്ക് ഫോർവേഡ് ചെയ്യുക മാത്രമാണ് ചെയ്തിരിക്കുന്നത്. തീരുമാനം ഗവൺമെൻറ്റിൻ്റെയാണ്. മുഖ്യമന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉപജാപക സംഘവുമാണ്. 2018 പരോൾ കൊടുത്തപ്പോൾ തട്ടിക്കൊണ്ടുപോകൽ ഉൾപ്പെടെയുള്ള ഗുരുതരമായ കേസുകൾ, ജയിലിനകത്തും ജയിലിന് പുറത്തിറങ്ങിയപ്പോഴും ഗുരുതരമായ ക്രിമിനൽ കേസുകളിൽ പങ്കാളിയായ ഒരാൾക്ക് 1 മാസം പരോൾ കൊടുക്കാനുള്ള തീരുമാനം സത്യത്തിൽ ഈ പ്രതികളെ പേടിച്ചിട്ട് ചെയ്യാണ്. ഈ പ്രതികൾ CPM നേതാക്കന്മാരെ ബ്ലാക്ക്മെയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരവിടെ ഇരുന്നു കൊണ്ട് എല്ലാ കള്ളക്കച്ചവടം നടത്തുകയാണ്, എല്ലാ ഷെയ്ഡി ബിസിനസ്സും നടത്തുകയാണ്. ഈ ജയിലിൽ കിടന്നുകൊണ്ട് കൊട്ടേഷൻ സംഘമാണ്. സ്വർണ്ണക്കള്ളക്കടത്ത്, സ്വർണം പൊട്ടിക്കൽ, മയക്കുമരുന്ന് ഉൾപ്പെടെയുള്ള എല്ലാ ക്രിമിനൽ കേസുകളിൽ ഇവർ പങ്കാളികളാകുകയാണ്. ഇവരെ പേടിയാണ്. കാരണം TP ചന്ദ്രശേഖരൻ വധക്കേസിലെ ഗൂഢാലോചന എന്താണ് എന്ന് പുറത്തുവിടും എന്നാണ് ഈ പ്രതികൾ CPM നേതാക്കളെ ഭീഷണിപ്പെടുന്നത്. ആ ഗൂഢാലോചന എന്താണ് എന്ന് പുറത്തുവിട്ടാൽ ഇപ്പോൾ പുറത്ത് കറങ്ങി നടക്കുന്ന പല CPM നേതാക്കളും ജയിലിനുള്ളിൽ പോകും. അതുകൊണ്ട് CPM നേതാക്കന്മാരെ ബ്ലാക്ക്മെയിൽ ചെയ്തുകൊണ്ടാണ് ഈ ഷെയ്ഡി ആയിട്ടുള്ള എല്ലാ ബിസിനസ്സും ഈ കേസിലെ പ്രതികൾ ചെയ്യുന്നത്. അതുകൊണ്ട് അവർ ചോദിക്കുമ്പോൾ പരോൾ കൊടുക്കുക, അവർക്ക് സംരക്ഷണം കൊടുക്കുക, നിയമം ലംഘിച്ച് അവരുടെ പേര് എഴുതി ചേർക്കുക, എന്നിട്ട് അത് പുറത്തുവിട്ടു എന്നതിൻ്റെ പേരിൽ ജയിൽ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടിയെടുക്കുക. തെറ്റായ കാര്യം. അതായത് നിയമപരമായി അവരുടെ പേര് വരാൻ പാടില്ല പരോൾ കൊടുക്കേണ്ട ലിസ്റ്റിൽ, എന്നാൽ പേര് ചേർത്തു. അത് പുറത്തു വന്നതിന് ജയിൽ ഉദ്യോഗസ്ഥന്മാർക്കെതിരായി നടപടിയെടുത്തു. അങ്ങനെ ജയിലിൽ കിടക്കുന്ന കൊടും ക്രിമിനലുകളെ ഭയന്ന് ജീവിക്കുന്ന ഒരു ഭരണകൂടമാണ് കേരളത്തിലുള്ളത്. അതാണ് ഇതിൻ്റെ തെളിവ്. ആരുടെ കൂടെയാണ് കേരളത്തിൻ്റെ മനസാക്ഷിയെ മുഴുവൻ ഞെട്ടിച്ച ക്രൂരമായ കൊലപാതകം നടത്തിയ ക്രിമിനലുകളുടെ കൂടെയാണ് ഈ ഗവൺമെൻറ്റും CPM. വീണ്ടും പെരിയ കൊലക്കേസിൻ്റെ വിധി വന്ന് പിറ്റേ ആഴ്ച ഈ കേസ് വന്നതോടുകൂടി അതാണ് ഇവിടെ ആവർത്തിക്കപ്പെട്ടിരിക്കുന്നത്. നിസ്സംഗതയാണ് സർക്കാരിൻ്റെ മുഖമുദ്ര. വന്യജീവികളും മനുഷ്യനും തമ്മിലുള്ള സംഘർഷം പരിഹരിക്കാൻ ചെറുവിരൽ പോലും അനക്കാത്ത ഗവൺമെൻറ്റാണ് കേരളം ഭരിക്കുന്നത്. ഞങ്ങൾ നിയമസഭയ്ക്കകത്ത് നിരവധി പ്രാവശ്യം ഈ വിഷയം കൊണ്ടുവന്നു. സത്യത്തിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ 1000-ഓളം പേരാണ് വന്യജീവി ആക്രമണത്തിൽ ഈ കേരളത്തിൽ കൊല്ലപ്പെട്ടത്. 1000-ഓളം പേർ. നിയമസഭയിൽ കിട്ടിയ മറുപടിയാണ്. 1000-ഓളം പേർ കൊല്ലപ്പെട്ടു. മതിൽ പണിയുന്നില്ല, കിടങ്ങ് പണിയുന്നില്ല, സൗരോർജ്ജ വേലിയില്ല, ഒരു പരിപാടിയില്ല, ഒരു പൈസയില്ല, ഒരു പൈസയും ചെലവാക്കുന്നില്ല. മന്ത്രിയോട് ചോദിച്ചാൽ വനം മന്ത്രി പറയും, ഞാൻ വനം മന്ത്രി ആയതുകൊണ്ടാണോ കാട്ടിൽ നിന്ന് ആന ഇറങ്ങുന്നതും പുലി ഇറങ്ങുന്നതെന്ന് ചോദിക്കുന്ന വനമന്ത്രിയാണ് കേരളം ഭരിക്കുന്നത്. വനം വകുപ്പ് ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല, ഒരു നടപടി. മനുഷ്യൻ വീട്ടിൽ പശുവിനെ അയച്ചു കെട്ടാൻ പോയ ചെറുപ്പക്കാരെയാണ് ആന ചവിട്ടിക്കൊന്നത്. ഈ വനാതിർത്തിയിലുള്ള ആളുകൾ മുഴുവൻ, പ്രത്യേകിച്ച് കർഷക സമൂഹമാണ്, ജീവനിൽ ഭയന്നാണ് ജീവിക്കുന്നത്. കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല, പ്രായമായവർക്ക് ആശുപത്രിയിൽ പോകാൻ പറ്റുന്നില്ല, ജോലിക്ക് പോകാൻ പറ്റുന്നില്ല. പശുവിനെ കറന്നാണ് അവർ ജീവിക്കുന്നത്, പാല് വിറ്റ്. പാല് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. ഈ ഭീതിയിലാണ് ആന, കടുവ, പുലി, കാട്ടുപോത്ത്, കുരങ്ങ്, പന്നി
മുഴുവൻ എല്ലാ കാർഷിക വിളകളും പൂർണ്ണമായി നശിച്ചു പട്ടിണിയിലേക്കാണ് പോകുന്നത്. വനാതിർത്തിയിൽ ജീവിക്കുന്ന മനുഷ്യരുടെ ജീവിതം മുഴുവൻ ദുരിതപൂർണമായി മാറിയിട്ടും നിരന്തരമായി പരാതികളും സമരങ്ങളും ഉണ്ടായിട്ടും ഒന്നും ചെയ്യാതെ നിസ്സംഗരായി ഇരിക്കുകയാണ് സർക്കാർ. അതുകൊണ്ട് അതിശക്തമായി അവർക്ക് വേണ്ടിയിട്ടുള്ള വലിയ പ്രക്ഷോഭം UDF ആരംഭിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി മലയോരത്തെ കർഷകരുടെ വിഷയങ്ങൾ ഉയർത്തിക്കാട്ടിക്കൊണ്ടുള്ള വലിയൊരു സമര പരിപാടിക്ക് ഐക്യജനാധിപത്യ മുന്നണി തുടക്കം കുറിക്കുക കൂടി ചെയ്യാൻ ഉടൻ തന്നെ. അല്ല, അവരുടെ കൂടെയാണ്, കൊലക്കേസ് പ്രതികളുടെ കൂടെയാണ്, ക്രിമിനലുകളുടെ കൂടെയാണ്. ഇപ്പം പത്തനംതിട്ട ജില്ലയിലെ അറിയപ്പെടുന്ന ക്രിമിനലുകൾ മുഴുവൻ CPM ചേരുക. കാരണം ഏറ്റവും സേഫാണ്. SFIക്കാരെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ച വധശ്രമ കേസിലെ പ്രതിയെ വരെ പത്തനംതിട്ട ജില്ലയിൽ മന്ത്രിയാണ് മാലയിട്ട് സ്വീകരിച്ചത്. പദവിയും കൊടുക്കുകയാണ്, പാർട്ടിയിൽ പദവി കൊടുക്കുകയാണ് അറിയപ്പെടുന്ന ക്രിമിനലുകളെ, കാപ്പ കേസിൽ ഉൾപ്പെടെയുള്ളവരെ. അപ്പോൾ ക്രിമിനലുകളുടെ ഏറ്റവും വലിയ താവളമായി CPM മാറിയിരിക്കുകയാണ്. എന്നിട്ട് റോഡ് തടുത്തു നിർത്തി റോഡിലെ ജംഗ്ഷനിൽ വാഹനം കൊണ്ടുപോയിട്ട് വാഹനത്തിൻ്റെ ബോണറ്റിൽ വെച്ചാണ് ക്രിമിനലുകൾ ബർത്ത്ഡേ പാർട്ടി ആഘോഷിക്കുന്നത്. റോഡിൻ്റെ ജംഗ്ഷനിൽ ചോദിക്കാൻ ആരുമില്ല, പോലീസ് വന്ന് എസ്കോർട്ട് കൊടുക്കുകയാണ്. അല്ല, ഗുരുതരമായ പാളിച്ച, സുരക്ഷാ വീഴ്ചകൾ ഉണ്ടായി എന്ന് പോലീസ് തന്നെ സമ്മതിച്ചല്ലോ. ഒന്ന് ഇത്രയും വലിയ പരിപാടികൾ നടക്കുമ്പോൾ ആ സ്ഥലമാണ് GCDAയിലെ എഞ്ചിനീയറിംഗ് വിങ് ഹൈബിയുടെ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ടായി. അവരത് ശ്രദ്ധിക്കണമായിരുന്നു. വലിയ പരിപാടികൾ നടക്കുമ്പോൾ ഉള്ള സുരക്ഷാ സംവിധാനം പോലീസ് പരിശോധിക്കണം. പോലീസ് ഉത്തരവാദിത്തമില്ലേ? കളമശ്ശേരിയിൽ ഒരു അപകടം ഉണ്ടായതല്ലേ? കളമശ്ശേരിയിൽ കിസാറ്റിൽ വലിയ അപകടം ഉണ്ടായതല്ലേ? അന്നും പോലീസിൻ്റെ അനാസ്ഥയുണ്ടായിരുന്നു. ഇവിടെയും പോലീസിൻ്റെ അനാസ്ഥയുണ്ട്. 10-15,000 പേര് പങ്കെടുക്കുന്ന ഒരു പരിപാടിയിൽ എങ്ങനെയാണ് ഇവർ ആളുകളെ കബളിപ്പിച്ച് പൈസ മേടിക്കുകയാണ് ഇതിൻ്റെ സംഘാടകർ പല പ്രാവശ്യം. എത്രയോ പരാതികൾ ആളുകൾ ഇപ്പോൾ കൊടുത്തു കഴിഞ്ഞു. പോലീസ് ഒരു രീതിയിൽ അന്വേഷിക്കുന്നില്ല. ഇത്രയും തട്ടിപ്പ് പരിപാടികൾ നഗരത്തിൽ നടത്തി ആളുകളെ ചൂഷണം ചെയ്യാണ്. അപ്പോൾ പോലീസിനും GCDAയ്ക്കും എല്ലാവർക്കും സംഘാടകർക്കും ഒക്കെ പൂർണ്ണമായ ഉത്തരവാദിത്വമുണ്ട്. ഇന്നലെ ഇവിടെ മിനിസ്റ്റർ പറഞ്ഞത്, സജി ചെറിയൻ പറഞ്ഞത്, സംഘാടനത്തിൽ കുറ്റമേ ഇല്ല, കുറ്റമറ്റ സംഘാടനം. സ്റ്റേജിന്റെ കാര്യത്തിൽ പോലീസിനെ വിട്ട് അപ്പോൾ തന്നെ നോക്കിക്കഴിഞ്ഞപ്പോൾ കൃത്യമായ വളരെ സുരക്ഷിതമായ സ്റ്റേജാണ്, അതിനകത്ത് ബലക്കുറവില്ല. ഇത് രണ്ടുമാണ് ഇന്നലെ പറഞ്ഞത്. അല്ല, ഇവിടെ വന്ന് ഇതുപോലത്തെ ഒരു വലിയൊരു അപകടം സംഭവിക്കുന്ന ഒരു പരിപാടി, ഇങ്ങനത്തെ ഒരു അപകടം സംഭവിച്ചത് എല്ലാവർക്കും അറിയാം. നിങ്ങളെല്ലാവരും റിപ്പോർട്ട് ചെയ്തതാണ്. കൃത്യമായ സുരക്ഷാ വീഴ്ച കൊണ്ടാണ് സംഭവം ഉണ്ടായത്. ഇത്രയും വലിയ ഉയരത്തിൽ ഒരു സ്റ്റേജ് പണിതിട്ട് ആ സ്റ്റേജിൻ്റെ മുമ്പിൽ ഒരു ബാരിക്കേഡ് പോലും ഇല്ലാതെ ഏറ്റവും കൊണ്ടുപോയി ഫ്രണ്ട് ലെയറിലുള്ള ചെയർ മുഴുവൻ ഏറ്റവും അടുത്ത് കൊണ്ടുപോയിട്ടിട്ട് നടക്കാൻ പോലും ആളുകൾക്ക് സ്ഥലമില്ലാത്ത രീതിയിൽ പരിപാടി വെച്ചു. ഞാൻ ചോദിക്കട്ടെ, മന്ത്രിയോട് ചോദിക്കാനുള്ള ചോദ്യം, പിന്നെന്തിനാ അന്വേഷണം നടത്തുന്നത്? ഈ മന്ത്രി തന്നെ അങ്ങ് തീരുമാനം പ്രഖ്യാപിച്ചാൽ മതിയല്ലോ. ഒരു സുരക്ഷാ വീഴ്ചയില്ല, ഒരു കുഴപ്പമില്ലെന്ന്. പിന്നെ ആരെ പറ്റിക്കാനാണ് ഈ അന്വേഷണം നടത്തുന്നത്? അതൊന്നും വേണ്ട. തീർച്ചയായിട്ടും ഇല്ലെങ്കിൽ പുറത്തു വരില്ല. അതാണ് കറക്റ്റായിട്ടുള്ള കാര്യം. നിരന്തരമായി ഇത്തരം പരിപാടികൾ നടക്കുമ്പോൾ, ഇപ്പോൾ മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ഒരു പരിപാടിയാണെങ്കിൽ ഇത് മതിയാ സുരക്ഷ? അങ്ങനെ ആയിരിക്കുമോ നോക്കുന്നത്? ഇപ്പോൾ മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന പരിപാടിയുടെ കാര്യം മാത്രം നോക്കിയാൽ മതിയാ? സുരക്ഷാ വീഴ്ച പോലീസ് നോക്കിയാൽ മതിയാ? പ്രത്യേകിച്ച് ഇത്രയും ആളുകൾ പങ്കെടുക്കുന്ന പരിപാടിയിലെ എൻട്രൻസ്, ആളുകൾ പുറത്തേക്ക് പോകുന്നത്, അവിടെ സ്റ്റേജ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്, ആൾക്കൂട്ടത്തെ നിയന്ത്രിക്കുന്നത്, ഇതെല്ലാം പോലീസ് പരിശോധിക്കണ്ടേ? പോലീസ് ഇതൊന്നും പരിശോധിച്ചിട്ടില്ല. അതുകൊണ്ട് ഇത് ഏറ്റെടുത്തിരിക്കുന്ന, ഈ പരിപാടി ഏറ്റെടുത്തിരിക്കുന്ന അതിൻ്റെ നേതൃത്വത്തിലുള്ളവർക്ക് CPM-ആയിട്ട് ബന്ധമുണ്ട്. അതുകൊണ്ടാണ് അവരെ സംരക്ഷിക്കാൻ വേണ്ടി മന്ത്രി സജി ചെറിയാൻ ഇറങ്ങിയിരിക്കുക. അല്ല, പരിപാടിക്ക് പലരും പോയി കാണുമല്ലോ. 12,000 അങ്ങനല്ല. ഇതിൽ 2 കാര്യങ്ങൾ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒന്ന്, കഴിഞ്ഞ GCDAയുടെ ബഡ്ജറ്റ് പ്രഖ്യാപിച്ചപ്പോൾ ആ ബഡ്ജറ്റിൽ
കായികേതര പരിപാടികൾക്ക് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഈ ഇൻ്റർനാഷണൽ സ്റ്റേഡിയം, ജവഹർലാൽ നെഹ്റു ഇൻ്റർനാഷണൽ സ്റ്റേഡിയം പണിതത് ഇവിടുത്തെ സ്പോർട്സിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കായികേതര പരിപാടികൾക്ക് ലക്ഷക്കണക്കിന് രൂപ വാടക കൊടുത്ത് ഈ പരിപാടികൾക്ക് വേണ്ടി, അതൊരു സ്റ്റാർ നൈറ്റ് ആകാം, എന്തും ആകാം. ഇപ്പോൾ നമുക്ക് ഗ്രൗണ്ടിൻ്റെ നടുക്ക് പോയി കുഴിയിടാൻ സാധിക്കില്ല, കാരണം ഗ്രൗണ്ട് കേടാവും. അതിന് എഞ്ചിനീയറിംഗ് വിങ് ശ്രദ്ധിക്കാറുണ്ട്. അതുപോലെ ഇവർ നടത്തുന്ന എന്ത് നിർമ്മാണ പ്രവർത്തനങ്ങളാണെങ്കിലും അതിനൊരു സേഫ്റ്റി പ്രോട്ടോക്കോൾ പാലിക്കാൻ അതിൻ്റെ GCDയുടെ എഞ്ചിനീയറിംഗ് വിങ് തയ്യാറാവണം. പിന്നെ 12,000 കുട്ടികൾ പെർഫോം ചെയ്ത ഒരു പരിപാടിയിൽ ആ 12,000 കുട്ടികളുടെ പാരൻസ് വരും. അവരെല്ലാ പാർട്ടിയിലും പെട്ട ആളുകളുണ്ടാവും. അവരുടെ രാഷ്ട്രീയ പശ്ചാത്തലം നമുക്ക് അന്വേഷിക്കാൻ പറ്റും. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് സംഘാടകർക്ക്, പ്രധാനപ്പെട്ട ആളുകൾക്ക് പാർട്ടിയുമായി ബന്ധമുണ്ട് എന്നുള്ളതാണ്. അതിലിപ്പോൾ എൻ്റെ മോള് ഡാൻസിന് പോയിട്ടുണ്ടെങ്കിൽ രക്ഷിതാവ് എന്നുള്ള രീതിയിൽ ഞാൻ അവിടെ പോകും. ഞങ്ങൾ ജനപ്രതിനിധികൾ എന്നുള്ള രീതിയിൽ വിളിച്ചു. ഞങ്ങൾക്ക് 2 ദിവസം മുമ്പാണ് ഇൻവിറ്റേഷൻ കിട്ടിയത്. അതൊന്നുമല്ല ഇവിടുത്തെ പ്രശ്നം. ഒരു MLAക്ക് ഇതാണ് സുരക്ഷാ ക്രമീകരണമെങ്കിൽ ഇനി നടക്കാൻ പോകുന്ന പരിപാടികൾ ഇത് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളിൽ എന്തായിരിക്കുമെന്നുള്ളതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതാണ്. അതായത് ഇതിൻ്റെ സംഘാടകരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് മന്ത്രി നടത്തിയത്. അല്ല, മന്ത്രി അല്ലല്ലോ, ഒരു അന്വേഷണം പോലീസ് നടത്തുന്ന സമയത്ത് ഒരു മന്ത്രി വന്ന് ഒരു സുരക്ഷാ വീഴ്ചയില്ല എന്ന് പറയുന്നത് അനൗചിത്യമല്ലേ? അനൗചിത്യമല്ലേ? മന്ത്രിക്ക് അത് പറയാമോ? മുഖ്യമന്ത്രിക്ക് പോലും പറയാൻ പാടില്ല. ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി പോലും പറയാൻ പാടില്ല. അന്വേഷണം നടത്തുന്ന ഉദ്യോഗസ്ഥന്മാരാണ് സുരക്ഷാ വീഴ്ച ഉണ്ടായോ ഇല്ലെന്ന് പരിശോധിക്കുന്നത്. അപ്പോൾ അത് എടുത്തിയാടിയുള്ള പ്രതികരണം എന്ന് പറയുന്നത് ഇതിൻ്റെ സംഘാടകരെയും ഇതിൻ്റെ ഈവന്റ് മാനേജ്മെന്റ് ഏറ്റെടുത്തിരിക്കുന്ന ചില ആളുകളെയും സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് താല്പര്യമാണ്. ആ താല്പര്യം അത് നമ്മൾ നോക്കാം. റിപ്പോർട്ടൊക്കെ പുറത്തു വരട്ടെ, ഞങ്ങളും ഉണ്ടല്ലോ ഇവിടെ. അതാണ്, അത്രയും ശ്രദ്ധ അവിടെ ഉണ്ടായിരുന്നല്ലോ. MP IB ഈഡൻ പറഞ്ഞത് കറക്റ്റാണ്. അത്രയും ഒരാളും പരിശോധിച്ചിട്ടില്ല. ഒരു ഏജൻസിയും GCDയോ പോലീസോ അവരുടെ എഞ്ചിനീയറിംഗ് വിങ്ങോ ആരും ഇത് പരിശോധിച്ചിട്ടില്ല. ആർക്കും വന്ന് ഇതുപോലെയൊക്കെ 10,000, 20,000, 30,000 ആളുകളുടെ പരിപാടി നടത്തി എന്തെങ്കിലും സംഭവം ഉണ്ടായി, ഒരു സ്റ്റാമ്പീഡ് ഉണ്ടായാൽ പോലും അതാണല്ലോ പറഞ്ഞത്. GCDയെ പ്രത്യേക അനുവാദം കൊടുത്തതാണ്. നോൺ സ്പോർട്സ് ഐറ്റത്തിന് പരിപാടി കൊടുക്കാനുള്ള തീരുമാനം GCDയെ തീരുമാനിച്ചാണ്, നമ്മൾ തീരുമാനിച്ചതല്ല. സ്പോർട്സിന്റെ പർപ്പസിന് വേണ്ടി UDFന്റെ കാലത്ത് ശ്രീ K കരുണാകരന്റെ കാലത്താണ് ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം കൊണ്ടുവന്നത്. അപ്പോൾ അത് കായികേതര ആവശ്യത്തിന് വേണ്ടി കൂടി ഉപയോഗിച്ച് പൈസ ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇത് സാധാരണ ഇത്രയും വരുന്ന ആൾക്കൂട്ടം വരുമ്പോൾ ശരിക്കും ഒരു സ്റ്റാമ്പീഡ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് വരെ ശ്രദ്ധിക്കും. കോളമായിട്ടൊക്കെ തിരിക്കും ഇല്ലേ? നമ്മൾ കോളമായിട്ടൊക്കെ തിരിക്കും. ഇങ്ങനെ ഈ ഓഡിയൻസ് പോലും, സ്റ്റേജ്, ഓഡിയൻസ് ഇതെല്ലാം ശ്രദ്ധിക്കും. ആളുകൾ കയറാൻ ഇതൊന്നും ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ് ക്യുസാറ്റിൽ വലിയ അപകടം ഉണ്ടായി, കുട്ടികൾ മരിച്ചത്. എന്നിട്ട് ഈ അനുഭവം നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോഴാണ് ഇത്രയും വലിയ പരിപാടി ഒരു ശ്രദ്ധയും കൂടാതെ നടത്തിയത്. പിന്നെ ആരെ രക്ഷിക്കാൻ ആര് ശ്രമിച്ചാൽ നമ്മളെല്ലാം ഇവിടെ ഉണ്ട്, വരട്ടെ, റിപ്പോർട്ട് വരട്ടെ. കോർപ്പറേഷന്റെ അനുവാദം വാങ്ങേണ്ടതല്ലായിരുന്നോ? കോർപ്പറേഷന്റെ അനുവാദം വാങ്ങേണ്ടതാണ്. താൽക്കാലിക സ്റ്റേജ് ഉണ്ടാക്കാൻ വേണ്ടതായിരുന്നു, വാങ്ങിച്ചിട്ടില്ല. ഇല്ല, ഞങ്ങൾ ആരെയും കാണരുതെന്നാണ്. മക്കളെ 2 പേരല്ലാതെ ഒരാൾ, എല്ലാവരോടുള്ള അഭ്യർത്ഥന ആരും കാണരുത് എന്നാണ്. കാരണം ആ ശ്വാസകോശത്തിന് ചെറിയ തകരാറുള്ളത് കൊണ്ട് ഇൻഫെക്ഷൻ പോസിബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ആരും കണ്ടിട്ടില്ല. ഡോക്ടർമാർ പറഞ്ഞാൽ മാത്രമേ മക്കളെ കാരണം റെസ്പോൺസ് അവർ വിളിക്കുമ്പോൾ പ്രതികരണം ഉണ്ടാകുന്ന പരിശോധിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് മക്കൾ മാത്രം കയറുന്നത്. വേറൊരാളും ഞങ്ങളാരും ആ ഫ്ലോറിലേക്ക് പോലും കയറണ്ട എന്നാണ്. ഞങ്ങൾ ആരും കയറിയിട്ടില്ല. വരട്ടെ, നമുക്ക് നോക്കാം. ഒരു കാര്യം കൂടെ ചോദിക്കാനുള്ളത്, ഈ കായികേതര പരിപാടികൾക്ക് അനുവാദം കൊടുക്കാനായിട്ട് ഇതിന്റെ ഭേദഗതി ചെയ്യുമ്പോൾ GCDയെ മറ്റാരോടെങ്കിലും ആലോചിക്കണമായിരുന്നോ? അത് ഏകപക്ഷീയമായിട്ടാണോ? അല്ല, അത് എല്ലാവരുമായിട്ട് ആലോചിച്ചിട്ട് ചെയ്യേണ്ടതാണ്. നമ്മളാരും കൗൺസിലില്ലല്ലോ. GCDA കൗൺസിലില് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും GCDA ജനറൽ ബോഡിയും കൗൺസിലും എടുത്തൊരു തീരുമാനമാണ്. അന്ന് തന്നെ ചില മാധ്യമങ്ങൾ ആക്ഷേപം ഉന്നയിച്ചിരുന്നു. പക്ഷേ സ്ഥലം MLA MP തുടങ്ങിയ ആളുകളൊക്കെ പണ്ട് കൗൺസിലിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അവരെല്ലാം മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് അഭിപ്രായം പറയാനുള്ള ഒരു പ്ലാറ്റ്ഫോമും ഉണ്ടായിരുന്നില്ല അവിടെ. തീർച്ചയായിട്ടും വരുത്തണം.
അങ്ങനെ പാർട്ടിയുടെ മുമ്പിൽ അങ്ങനെ ഒരു ആക്ഷേപം വന്നിട്ടുണ്ടെങ്കിൽ പാർട്ടി തീർച്ചയായിട്ടും അന്വേഷിക്കും. ഞങ്ങൾ പ്രാഥമിക അന്വേഷണത്തിൽ നടത്തി കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഒരാൾ ഈ എഗ്രിമെൻ്റ് വെച്ച ഒരാളില്ല എന്നാണ്, ആളെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അതൊരു ഫേക്ക് എഗ്രിമെൻ്റ് ആണെന്ന് കൂടി ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. രണ്ടുപേര് തമ്മിൽ എഗ്രിമെൻറ്റ് ഇത് കൈക്കൂലി മേടിക്കാമെന്ന് പറഞ്ഞ് എഗ്രിമെൻറ്റ് വയ്ക്കും ആരെങ്കിലും. ഇനി അഥവാ എഗ്രിമെൻറ്റ് വെച്ചിട്ട് എഗ്രിമെൻറ്റിൽ ഒരു പാർട്ടിയെ അന്വേഷിച്ചിട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല, ആരാന്ന് മനസ്സിലായിട്ടില്ല. നോക്കാം, നമുക്ക് പാർട്ടി അന്വേഷിക്കും. മഹാരാഷ്ട്രയിലെ മന്ത്രിയുടെ പ്രഖ്യാപനം ഉണ്ടല്ലോ, കേരളത്തിൽ തീവ്രവാദികളാണ്, പാകിസ്ഥാനാണ്, ഇപ്പം മിനി പാകിസ്ഥാനാണ്. നേരത്തെ വിജയരാഘവൻ പോളിറ്റ് ബ്യൂറോ അംഗം പറഞ്ഞത് BJPയുടെ നേതാക്കന്മാരെ ഏറ്റുപിടിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഞങ്ങൾ അന്ന് പറഞ്ഞത് എന്താ, സംഘപരിവാറിൻ്റെ അജണ്ടയാണ് കേരളത്തിലെ CPM പ്രചരിപ്പിക്കുന്നത്. ഡൽഹിയിൽ PR ഏജൻസി വഴി കൊടുത്ത വാർത്ത, ഹിന്ദു പത്രത്തിന് കൊടുത്ത മുഖ്യമന്ത്രിയുടെ അഭിമുഖ സംഭാഷണം, മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം, വിജയരാഘവൻ്റെ പ്രസംഗം, അതിനെ CPM നേതാക്കൾ അതിനെ ഓൺ ചെയ്ത് സംസാരിച്ചത്, ഇതെല്ലാം കൂട്ടി വായിച്ചാൽ മതി. അത് തന്നെ BJP ദേശീയ നേതാക്കളും സംസ്ഥാനത്തും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. കേരളം മിനി പാകിസ്ഥാനാണ്, ഇവിടെ മുഴുവൻ തീവ്രവാദികളാണ് എന്നുള്ള പ്രചരണം ഇപ്പോൾ നടത്തുന്നത് സംഘപരിവാറും CPM ഒരുമിച്ച് നടത്തിക്കൊണ്ടിരിക്കുക. ഇതിൻ്റെ ഭാഗമാണ്.